നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്രീൻലാൻഡ് വിഷയത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് ഭീഷണിയെ വിമർശിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഗ്രീൻലാൻഡ് വിഷയത്തിൽ യുകെക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ 10% താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം പൂർണ്ണമായും തെറ്റായ നടപടിയെന്ന് സ്റ്റാമർ. വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ബ്രിട്ടൻ സർക്കാരും പ്രതിപക്ഷ നേതാക്കളും ഗ്രീൻലാൻഡിന്റെ ഭാവിയിൽ അനിശ്ചിതത്വം ചൂണ്ടിക്കാട്ടി നാറ്റോ അംഗങ്ങളായ യുകെയും ഫ്രാൻസും ജർമ്മനിയും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയുടെ സ്ഥാപകാംഗങ്ങളെ വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും പുനർനിർമ്മാണം നിയന്ത്രിക്കുന്നതിനായിട്ട് സമിതി രൂപീകരിച്ചത്. യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ ടോണി ബ്ലെയറും പ്രധാന അംഗങ്ങൾ. മധ്യപൂർവ്വ മേഖലയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ ആശങ്കകളെ തുടർന്ന് 16 രാജ്യങ്ങളിലേക്കുള്ള യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് യുകെ വിദേശകാര്യ ഓഫീസ് അടിയന്തര ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ബ്രിട്ടീഷ് പൗരന്മാർ യാത്രക്കിടെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. അപ്രതീക്ഷിത യാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ തയ്യാറായിരിക്കണമെന്നും FCDO നിർദ്ദേശിച്ചു. ഇറാനിൽ പുതിയ നേതൃത്വം വേണമെന്ന ആവശ്യവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത്. ആയത്തുള്ള അലി ഖമേനിയെ ഭരണത്തിന് വിരാമമിടേണ്ട സമയമായി എന്നും ട്രംപ്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വാക്കുതർക്കം ശക്തമാവുന്നു. ഔദ്യോഗിക പ്രതികരണം നടത്താതെ ഇറാൻ സർക്കാർ. UAE പ്രസിഡന്റ് ഇന്ത്യയിലേക്ക്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തിങ്കളാഴ്ച ന്യൂഡൽഹിയിലെത്തും. UAE പ്രസിഡന്റിന്റെ സന്ദർശനം ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം ശക്തമാക്കാൻ. 2000 മുതൽ ഇന്ത്യയിലേക്കുള്ള UAEയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം $22 ബില്യൺ മുകളിലേക്ക്. ഇന്ത്യയിലെ 7ാമത്തെ വലിയ നിക്ഷേപക രാജ്യമായി UAE. ജല്ലിക്കെട്ടിൽ മത്സരിച്ച് വിജയിക്കുന്നവർക്ക് സർക്കാർ ജോലി നൽകുമെന്ന പ്രഖ്യാപനവുമായി തമിഴ്നാട് സർക്കാർ. ജല്ലിക്കെട്ടിൽ വിജയിക്കുന്നവർക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി നൽകുമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ജല്ലിക്കെട്ടിലൂടെ തമിഴ്നാടിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്ന യുവാക്കളെ ആദരിക്കുകയാണ് ലക്ഷ്യമെന്നും തമിഴ്നാട് സർക്കാർ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താൻ സംസാരിച്ചത് വെള്ളാപ്പള്ളിക്കെതിരെയല്ലെന്നും മുഖ്യമന്ത്രിക്കെതിരെയാണെന്നും പ്രതിപക്ഷ നേതാവ്. ഭിന്നിപ്പിക്കാനുള്ള ഉപകരണമായി മാറുകയാണ് വെള്ളാപ്പള്ളി എന്നും VD സതീശൻ. സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവ് സഭാ സിനഡ് യോഗം ചേർന്നപ്പോൾ അവിടെ പോയത് തിണ്ണ നിരങ്ങാനല്ലേ എന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. വാർത്തകൾ വിശദമായി. ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് ഭീഷണിയെ ശക്തമായി വിമർശിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രംഗത്ത്. ഗ്രീൻലാൻഡ് വിഷയത്തെ ആസ്പദമാക്കി യുകെക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ 10% താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം പൂർണ്ണമായും തെറ്റായ നടപടിയാണെന്നും സ്റ്റാമർ. വിഷയത്തിൽ ബ്രിട്ടൻ സർക്കാരും പ്രതിപക്ഷ നേതാക്കളും ഒരുമിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ഗ്രീൻലാൻഡിന്റെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ചൂണ്ടിക്കാട്ടിയാണ് നാറ്റോ അംഗങ്ങളായ യുകെ, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫെബ്രുവരി 1 മുതൽ 10% താരിഫ് ഈടാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഗ്രീൻലാൻഡിൽ സൈനിക സാന്നിധ്യം നിലനിർത്തുന്ന രാജ്യങ്ങളെയാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നതെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ജൂൺ 1-നകം ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിനുള്ള കരാർ ഉണ്ടാകാത്ത പക്ഷം താരിഫ് 25%-ആയി ഉയർത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിൽ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, നെതർലാൻഡ്, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ അവ്യക്തമായ ലക്ഷ്യങ്ങളോടെ ഗ്രീൻലാൻഡിൽ ഇടപെടുന്നു എന്നും ട്രംപ് ആരോപിച്ചു. ഇത് ആഗോള സുരക്ഷയ്ക്കും ലോകത്തിന്റെ നിലനിൽപ്പിനും ഭീഷണിയാണെന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾ യൂറോപ്പ് അമേരിക്ക ബന്ധങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന നടപടിയെന്നും യൂറോപ്യൻ നേതാക്കൾ പ്രതികരിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും പുനർനിർമ്മാണം നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയുടെ സ്ഥാപക അംഗങ്ങളെ വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചു. യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ ടോണി ബ്ലെയർ എന്നിവരാണ് പ്രധാന അംഗങ്ങൾ. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ എന്നിവരും സ്ഥാപക എക്സിക്യൂട്ടീവ് ബോർഡിലുണ്ട്. ബോർഡിന്റെ അധ്യക്ഷൻ ട്രംപ് തന്നെയാകും. ഗാസ താൽക്കാലിക ഭരണവും പുനർനിർമ്മാണവും ഈ ബോർഡ് മേൽനോട്ടം വഹിക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. സ്വകാര്യ ഇക്വിറ്റി സ്ഥാപന തലവൻ മാർക്ക് റൊവാൻ, ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ, യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഗബ്രിയേൽ എന്നിവരും ബോർഡിലുണ്ട്. ഗാസയുടെ സ്ഥിരതയ്ക്കും ദീർഘകാല വിജയത്തിനും നിർണായകമായ ചുമതലകൾ ഓരോ അംഗത്തിനും ഉണ്ടാകുമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. വരും ആഴ്ചകളിൽ കൂടുതൽ അംഗങ്ങളെ പ്രഖ്യാപിക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. 1997 മുതൽ 2007 വരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ 2003-ലെ ഇറാഖ് യുദ്ധത്തിൽ ബ്രിട്ടനെ പങ്കെടുപ്പിച്ചതിന് പിന്നാലെ വിവാദത്തിലായ വ്യക്തിയാണ്. എന്നാൽ പിന്നീട് യുഎസ്, യൂറോപ്യൻ യൂണിയൻ, റഷ്യ, UN എന്നിവ ഉൾപ്പെടെ ക്വാർട്ടറ്റിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതനായി പ്രവർത്തിച്ച അദ്ദേഹം പലസ്തീന്റെ സാമ്പത്തിക വികസനത്തിനും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരിഹാരത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാനും ശ്രമിച്ചിരുന്നു. ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഉയർന്നതല ചർച്ചകളിൽ ബ്ലെയർ ഇതിനോടകം പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ചിലർക്ക് സംശയം ഉയർത്താം എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്ന US സമാധാന പദ്ധതി 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കെ ഗാസയുടെ ഭാവിയെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത കുറവാണ്. ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ, തടവുകാരുടെ കൈമാറ്റം, ഭാഗിക ഇസ്രയേൽ പിന്മാറ്റം, സഹായ വർധനവ് എന്നിവ നടപ്പിലാക്കിയെങ്കിലും
വെടിനിർത്തൽ ദുർബലമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത്. ഒക്ടോബർ 2023 ഹമാസ് ആക്രമണത്തോടെ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ 71,000-ലധികം പേർ ഗാസയിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഗുരുതരമായ മാനവിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ സഹായ സാമഗ്രികളുടെ തടസ്സമില്ലാത്ത ഒഴുക്ക് അനിവാര്യമാണെന്നും UN വീണ്ടും മുന്നറിയിപ്പ് നൽകി. മധ്യപൂർവ്വ മേഖലയിൽ ഉയർന്നു വരുന്ന സുരക്ഷാ ആശങ്കകളെ തുടർന്ന് 16 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് UK വിദേശകാര്യ ഓഫീസ് അടിയന്തര ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ബ്രിട്ടീഷ് പൗരന്മാർ യാത്രക്കിടെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ബഹ്റൈൻ, സൈപ്രസ്, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ലെബനൻ, ലിബിയ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, തുർക്കി, UAE, യമൻ എന്നിവയാണ് മുന്നറിയിപ്പിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ബ്രിട്ടീഷ് പൗരന്മാർ യാത്രക്കിടെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അപ്രതീക്ഷിത യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നതിനാൽ തയ്യാറായിരിക്കണമെന്നും FCDO നിർദ്ദേശിച്ചു. ഇത് ഔദ്യോഗിക മുന്നറിയിപ്പായി കരുതണമെന്നും യാത്ര ചെയ്യരുത് എന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ സാധാരണ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ള ഉപദേശം മാത്രമാണിത്. എന്നാൽ ഭാവിയിൽ ഏതെങ്കിലും രാജ്യത്തേക്ക് യാത്ര ഒഴിവാക്കുക എന്ന തരത്തിലുള്ള ഔദ്യോഗിക മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചാൽ അത് അവഗണിക്കുന്നത് യാത്രാ ഇൻഷുറൻസ് പരിരക്ഷ നഷ്ടപ്പെടാൻ ഇടയാകുമെന്നും അധികൃതർ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനുവരി 15-ന് ഇറാന്റെ വ്യോമപാത അപ്രതീക്ഷിതമായി വാണിജ്യ വിമാനങ്ങൾ അടച്ചത് നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിടുവാനും യാത്ര തടസ്സപ്പെടുവാനും കാരണമായിരുന്നു. മേഖലയിലെ സൈനിക സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിമാനത്താവള അടച്ചിടലുകളും വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയാണ് പുതിയ മുന്നറിയിപ്പിന് പിന്നിൽ. ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ആസൂത്രണം ചെയ്തിട്ടുള്ളവർ FCDOയുടെ പുതിയ നിർദ്ദേശങ്ങൾ നിരന്തരം പരിശോധിക്കണമെന്നും വിമാന സർവീസുകളെ കുറിച്ച് എയർലൈൻസുകളോടോ ടൂർ ഓപ്പറേറ്റർമാരെയോ നേരിട്ട് ബന്ധപ്പെടണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്രിട്ടനിൽ വീട് വാങ്ങുന്നവർക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള മോർഗേജ് അഡ്വൈസറെ തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണ അവകാശമുണ്ടെന്ന് പ്രോപ്പർട്ടി ഓംബുഡ്സ്മാൻ വീണ്ടും വ്യക്തമാക്കി. എസ്റ്റേറ്റ് ഏജന്റുമാരുടെ ചില അനധികൃത പ്രവർത്തനങ്ങൾ പുറത്തുകൊണ്ടുവന്ന പനോരമ ഡോക്യുമെന്ററിയുടെ പശ്ചാത്തലത്തിലാണ് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. എസ്റ്റേറ്റ് ഏജന്റ് നിർമ്മിച്ച സേവനങ്ങൾ സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഓംബുഡ്സ്മാൻ ചൂണ്ടിക്കാട്ടി. വീട് വിൽപ്പന അംഗീകരിക്കുന്നതിന് മുമ്പ് ഏജന്റിന്റെ സ്വന്തം മോർഗേജ് ബ്രോക്കറെയോ സോളിസിറ്ററെയോ ഉപയോഗിക്കണമെന്നും വാങ്ങുന്നവരെ നിർബന്ധിക്കുന്നത് കണ്ടീഷനിങ് സെല്ലിംഗ് ആയി കണക്കാക്കപ്പെടുമെന്നും ഇത് അനുവദനീയമല്ല എന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി. വാങ്ങുന്നവർക്ക് തങ്ങളുടെ ബ്രോക്കർ, ഇൻഷുറൻസ് സേവനദാതാവ്, സോളിസിറ്റർ എന്നിവരെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെന്നും ഓംബുഡ്സ്മാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വാങ്ങുന്നവരുടെ ഫണ്ടിന്റെ ഉറവിടം സ്ഥിരീകരിക്കാൻ അതായത് എസ്റ്റേറ്റ് ഏജന്റിന് അവകാശമുണ്ട് എന്ന മാർഗനിർദ്ദേശം വ്യക്തമാക്കുന്നു. എന്നാൽ 1979 എസ്റ്റേറ്റ് ഏജന്റ് ആക്ട് പ്രകാരം എല്ലാ ഓഫറുകളും വിൽപ്പനക്കാരിലേക്ക് കൈമാറണം. ഏജന്റിനെ അധികാര സേവനങ്ങൾ ഉപയോഗിക്കാത്തതിന്റെ പേരിൽ വാങ്ങുന്നവരുടെ വിവേചനം കാണിക്കുവാനോ വീടുകൾ കാണുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനോ എസ്റ്റേറ്റ് ഏജന്റുമാർക്ക് അവകാശമില്ല എന്നും ഓംബുഡ്സ്മാൻ മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലണ്ടിലെ NHSന്റെ ചെലവ് കുറയ്ക്കുന്നതിനായി ADHD പരിശോധനകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതായി വെളിപ്പെടുത്തൽ. ശ്രദ്ധക്കുറവ്, പ്രവർത്തനം നിയന്ത്രണം നഷ്ടപ്പെടുന്ന പെരുമാറ്റം തുടങ്ങിയ ലക്ഷണങ്ങളാൽ തിരിച്ചറിയുന്ന ഒരു മാനസിക നാഡീവ്യാധിയാണ് ADHD. കുട്ടികളുടെയും മുതിർന്നവരുടെയും പഠനം, ജോലി, ദൈനംദിന ജീവിതം തുടങ്ങിയ കാര്യങ്ങളെ ഇത് ഗുരുതരമായി ബാധിക്കാം. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ അനുസരിച്ച് 42 ഇന്റഗ്രേറ്റഡ് കെയർ ബോർഡുകൾ പകുതിയിലധികവും 2025-26 കാലയളവിൽ ADHD പരിശോധനകൾക്ക് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു തീരുമാനം പല സ്ഥലങ്ങളിലും രോഗികളെ മുൻകൂട്ടി അറിയിക്കാതെയാണ് നടപ്പാക്കിയതെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പരിധി ഏർപ്പെടുത്തിയ 22 ICBകളിൽ 13 ഡോക്ടർമാരെയും 12 കാത്തിരിപ്പിലുള്ള രോഗികളെയും പുതിയ മാറ്റങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചിട്ടില്ല. ഇതോടെ ഇതിനകം തന്നെ വർഷങ്ങളോളം നീളുന്ന കാത്തിരിപ്പ് ഇനിയും ദീർഘമാകുമെന്ന ആശങ്ക ശക്തമാവുകയാണ്. ശരാശരി 8 വർഷമാണ് ADHD പരിശോധനയ്ക്ക് കാത്തിരിക്കേണ്ട അവസ്ഥ. ബഡ്ജറ്റ് സമ്മർദ്ദം മറച്ചുവെക്കുവാനാണ് NHS ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നതെന്നും ADHD UK എന്ന സംഘടന ആരോപിച്ചു. പരിശോധന ലഭിക്കാത്ത ADHD രോഗികൾക്ക് ജോലി, പഠനം, സാമൂഹിക ജീവിതം എന്നിവയിൽ ഗുരുതര പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്നും സർക്കാർ നിയോഗിച്ച ടാസ്ക് ഫോഴ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുമൂലം കുറ്റകൃത്യങ്ങൾ, പഠന പരാജയം, ലഹരി ഉപയോഗം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ വർദ്ധിച്ച് വർഷം തോറും 17 ബില്യൺ നഷ്ടമുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ NHS ഇംഗ്ലണ്ട് രോഗികൾക്ക് ഇപ്പോഴും കാത്തിരിപ്പ് പട്ടികയിൽ ചേരാനാകുമെന്നും രോഗികളുടെ തിരഞ്ഞെടുപ്പും ചികിത്സയും സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇറാനിൽ പുതിയ നേതൃത്വം വേണമെന്ന ആവശ്യവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത്. കഴിഞ്ഞ 37 വർഷമായ അധികാരത്തിലുള്ള സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ രോഗിയായ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ച ട്രംപ് അദ്ദേഹത്തിന്റെ ഭരണത്തിന് വിരാമമിടേണ്ട സമയമായെന്നും ട്രംപ് പൊളിറ്റിക്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കിയത്. ഇറാനിൽ ഇനി പുതിയ നേതൃത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾ വലിയ തോതിൽ കുറഞ്ഞുവെങ്കിലും കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ
ട്രംപ് ഇറാനെതിരെ സൈനിക ഇടപെടൽ വരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പ്രതിഷേധം തുടരാനും സ്ഥാപനങ്ങൾ കൈവശപ്പെടുത്തുവാനും ചൊവ്വാഴ്ച ഇറാനിയൻ ജനതയോട് ആഹ്വാനം ചെയ്ത ട്രംപ് സഹായം വഴിയിലാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ തുടർന്ന് കൊല്ലലുകളും നിർത്തിയതായി അറിയിപ്പ് ലഭിച്ചതോടെ നിലപാടിൽ മാറ്റമുണ്ടായി. 2 ദിവസം മുമ്പ് 800-ലധികം പേരെ തൂക്കിലേറ്റാതിരുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല തീരുമാനമാണ്. സൈനിക നടപടി സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കി. ഇതിനു മുമ്പ് തൂക്കിലേറ്റൽ റദ്ദാക്കിയതിന് ഇറാൻ നേതൃത്വത്തെ പ്രശംസിച്ചുകൊണ്ട് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിപ്പും പങ്കുവച്ചിരുന്നു. അതേസമയം ഖൊമേനിയെയും എക്സ് അക്കൗണ്ടിൽ നിന്നുമുള്ള കുറിപ്പുകളും ട്രംപിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇറാനിൽ മരണങ്ങൾക്കും അക്രമങ്ങൾക്കും US പ്രസിഡന്റ് ഉത്തരവാദിയാണെന്നും ഖൊമേനി ആരോപിച്ചിരുന്നു. ഇറാനിയൻ ജനതയെ പ്രതിനിധീകരിക്കുന്നവരെ അക്രമങ്ങളെ ചിത്രീകരിച്ചും അപകീർത്തികരമായ നുണയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധക്കാരെ US കാലാളുകൾ എന്നും വിശേഷിപ്പിച്ച ഖൊമേനി അവർ പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നശിപ്പിച്ചുവെന്നും ആരോപിച്ചു. ഖൊമേനിയുടെ ഈ പ്രസ്താവനകൾക്ക് മറുപടിയായി ഇറാൻ ഭരിക്കുന്നത് അടിച്ചമർത്തലും അതിക്രമവും ആശ്രയിച്ചാണെന്നും ട്രംപ് പ്രതികരിച്ചു. ഒരു രാജ്യത്തിന്റെ നേതാവെന്ന നിലയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് രാജ്യത്തെ മുഴുവൻ തകർക്കുകയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തോതിൽ അക്രമം പ്രയോഗിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഭീതിയിലൂടെയും മരണത്തിലൂടെയും അല്ല, ബഹുമാനത്തിലൂടെയും നേതൃത്വത്തിലൂടെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഖൊമേനിയെ വ്യക്തിപരമായി ആക്രമിച്ച ട്രംപ് തെറ്റായ നേതൃത്വത്തിന്റെ ഫലമായി ഇറാൻ ലോകത്ത് ജീവിക്കാൻ ഏറ്റവും മോശമായ സ്ഥലമായി മാറിയിരിക്കുകയാണ് എന്നും പറഞ്ഞു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വാക്കുതർക്കം ശക്തമായിരുന്നു എന്നാണ് ഈ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. അടുത്തിടെ നടത്തിയ പ്രസംഗത്തിൽ ഇറാൻ അമേരിക്കയെ പരാജയപ്പെടുത്തിയെന്നും ഖൊമേനി അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. ട്രംപിന്റെ പുതിയ പ്രസ്താവനകളോട് ഇറാൻ സർക്കാർ ഇതുവരെയും ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. യുദ്ധാനന്തര ഗാസയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ബോർഡ് ഓഫ് പീസ് അംഗത്വത്തിൽ ഇസ്രയേൽ പരസ്യമായി എതിർപ്പറിയിച്ചു. ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗാസ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങളെ കുറിച്ചുള്ള പ്രഖ്യാപനം ഇസ്രയേലുമായി ആലോചിക്കാതെയാണെന്നും ഇത് ഇസ്രയേൽ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി. ജനുവരി 16-ന് ട്രംപ് ഗാസ ബോർഡ് ഓഫ് പീസിന്റെ അംഗപട്ടിക പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും വേൾഡ് ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ, ട്രംപിന്റെ മരുമകൻ ജാർഡ് കുഷ്നർ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ എന്നിവർ ബോർഡിൽ ഉൾപ്പെടുന്നു. ഗാസയിൽ രൂപീകരിക്കുന്ന പുതിയ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ മേൽനോട്ടം ബോർഡിന്റെ ചുമതലയിലായിരിക്കും. ടർക്കിഷ് വിദേശകാര്യമന്ത്രി ഹാക്കൻ ഫിദാനും ഖത്തറിലെ ഒരു ഉദ്യോഗസ്ഥനും എക്സിക്യൂട്ടീവ് ബോർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ട്രംപ് തന്നെയാണ് ബോർഡ് ഓഫ് പീസിന്റെ ചെയർമാൻ. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ശനിയാഴ്ച പ്രതികരിച്ച നെതന്യാഹുവിന്റെ ഓഫീസ് US വിദേശകാര്യ സെക്രട്ടറിയുമായി വിഷയം ചർച്ച ചെയ്യാൻ വിദേശകാര്യ മന്ത്രിയോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതായും അറിയിച്ചു. വൈറ്റ് ഹൌസ് വിശദീകരിച്ചതനുസരിച്ച് ഗാസയിലെ ഭരണ സംവിധാനം, പുനർനിർമ്മാണം, നിക്ഷേപ ആകർഷണം, ധനസമാഹരണം, പ്രാദേശിക ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ബോർഡ് കൈകാര്യം ചെയ്യും. ഇതിനിടയിൽ ബോർഡ് ഓഫ് പീസിന്റെ മേൽനോട്ടത്തിൽ ഗാസ ഭരിക്കാൻ നിയോഗിച്ച പലസ്തീൻ സാങ്കേതിക വിദഗ്ധ സമിതി കെയ്റോയിൽ ആദ്യ യോഗം ചേർന്നു. ഈ യോഗത്തിൽ ജാർഡ് കുഷ്നും പങ്കെടുത്തു. അതേസമയം പലസ്തീൻ ഇസ്ലാമിക ജിഹാദി സംഘടന ബോർഡിന്റെ ഘടനയെ വിമർശിച്ചു. ഇത് ഇസ്രയേൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചും അധിനിവേശത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതുമാണ് എന്നാണ് സംഘടനയുടെ ആരോപണം. ബോർഡിൽ ചേരാൻ വിവിധ രാജ്യങ്ങൾ നേതാക്കൾക്ക് ക്ഷണം നൽകിയിട്ടുണ്ട്. കാനഡയിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മുതിർന്ന സഹായി ക്ഷണം സ്വീകരിക്കുമെന്നും അറിയിച്ചു. ടർക്കിഷ് പ്രസിഡന്റ് റജബ് തായിപ്പ് എർദോഗനും സ്ഥാപനാംഗവുമായ അഭ്യർത്ഥന ലഭിച്ചതായും അവിടുത്തെ വക്താവ് കൂട്ടിച്ചേർത്തു. ഈജിപ്ത് പ്രസിഡന്റ് അബദ് ഫത്താഹ് അൽ-സിസിയെ ബോർഡിൽ ഉൾപ്പെടുത്തുവാനുള്ള അഭ്യർത്ഥന കെയ്റോ പരിഗണിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി ബദർ അബദൽ വ്യക്തമാക്കി. അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലേയ് ക്ഷണക്കത്ത് പങ്കുവച്ച് ഇതിൽ പങ്കെടുക്കുന്നതിന് ബഹുമതിയായിരിക്കുമെന്നും എക്സിൽ കുറിച്ചു. റഷ്യയിലേക്ക് നിയന്ത്രിത വിമാനോപകരണങ്ങൾ അനധികൃതമായി കയറ്റുമതി ചെയ്യാൻ ശ്രമിച്ച കേസിൽ ഡൽഹി സ്വദേശിയായ ഇന്ത്യൻ പൗരന് അമേരിക്കൻ കോടതി 30 മാസം തടവ് ശിക്ഷ വിധിച്ചു. സഞ്ജയ് കൗശിക് എന്ന 58-കാരനാണ് ശിക്ഷിക്കപ്പെട്ടത്. ഒറിഗൺ സംസ്ഥാനത്തെ പോർട്ട്ലൻഡിൽ നടന്ന കേസിൽ എക്സ്പോർട്ട് കൺട്രോൾ റിഫോം ആക്ട് ലംഘിച്ചതിന് കൗശിക്കിന് 30 മാസം ഫെഡറൽ ജയിലും തുടർന്ന് 36 മാസം മേൽനോട്ടമുള്ള മോചനവുമാണ് ശിക്ഷയെന്ന് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നു. സൈനിക ഉപയോഗത്തിനും അനുയോജ്യമായ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്ന കയറ്റുമതി നിയന്ത്രണ നിയമങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്നും ദേശീയ സുരക്ഷയ്ക്കുള്ള അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ജോൺ ഐസർബർഗ് പറഞ്ഞു. ഇത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഗൗരവമുള്ള കുറ്റമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊരു പിഴവല്ല, ലാഭലക്ഷ്യത്തോടെയുള്ള ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയാണെന്നും ഒറിഗൺ ജില്ലയിൽ US അറ്റോർണി സ്കോട്ട് ബ്രാഡ്ഫോർഡ് പറഞ്ഞു. നിരവധി ഇടപാടുകളിലും റഷ്യയിലെ ഉപരോധം നേരിടുന്ന സ്ഥാപനങ്ങളുമായുള്ള ഏകോപനമാണ് കേസിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2023 സെപ്റ്റംബറിൽ ആദ്യം അമേരിക്കയിൽ നിന്നും വ്യോമ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യയും റഷ്യൻ സ്ഥാപനങ്ങളിലേക്ക് അനധികൃതമായി എത്തിക്കാൻ കൗശിക് മറ്റു ചിലരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് കോടതി വിവരം. കൗശിക്കിന്റെയും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ കമ്പനിയുടെയും പേരിൽ സാധനങ്ങൾ വാങ്ങി, അതായത് ഉപയോക്താക്കൾക്കായി മാറ്റിവെക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി വിമാനങ്ങളുടെ നാവിഗേഷനും ഫ്ലൈറ്റ് നിയന്ത്രണത്തിൽ ഉപയോഗിക്കുന്ന ഹെഡിംഗ് റെഫറൻസ് സിസ്റ്റം എന്ന ഉപകരണം ഒറിഗണിലെ ഒരു വിതരണക്കാരിൽ നിന്നും വാങ്ങി.
ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ US വാണിജ്യ വകുപ്പിന്റെ പ്രത്യേക ലൈസൻസ് ആവശ്യമാണ്. എന്നാൽ ഇന്ത്യൻ കമ്പനിയാണ് അവസാന ഉപയോക്താവ് എന്നും സിവിലിയൻ ഹെലികോപ്റ്ററിനാണ് ഉപകരണം എന്നതും തെറ്റായ വിവരം നൽകി ലൈസൻസ് നേടാൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഉപകരണം ഇന്ത്യ വഴി റഷ്യയിലേക്ക് അയക്കാനായിരുന്നു പദ്ധതി. എന്നാൽ കയറ്റുമതിക്ക് മുമ്പ് US അധികൃതർ പിടിച്ചെടുത്തു. 2024 ഒക്ടോബർ 17 മിയാമിയിൽ വെച്ചാണ് കൗശിക് അറസ്റ്റിലായത്. തുടർന്ന് കസ്റ്റഡിയിലായിരുന്ന ഇയാൾ 2025 ഒക്ടോബർ 9 കുറ്റം സമ്മതിച്ചു. സിറിയയിൽ US സൈന്യം നടത്തിയ 3ാം പ്രതികാരാക്രമണത്തിൽ അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഒരു നേതാവിനെ വധിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ മാസം IS തോക്കുധാരികളുടെ ആക്രമണത്തിൽ 3 അമേരിക്കക്കാർ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും US അധികൃതർ വ്യക്തമാക്കി. വെള്ളിയാഴ്ച വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ ബിലാൽ ഹസൻ അൽ ജാസിം എന്ന നേതാവാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് സെൻകോം ഇക്കാര്യം അറിയിച്ചത്. 3 അമേരിക്കക്കാർ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഭീകരനെ വധിച്ചതിലൂടെ ഞങ്ങളുടെ സൈന്യത്തെ ആക്രമിക്കുന്നവരെ പിന്തുടരാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയം വ്യക്തമാകുന്നുവെന്നും അമേരിക്കൻ പൗരന്മാരെയോ സൈനികരെയോ ലക്ഷ്യമിടുന്നവർ എവിടെയും സുരക്ഷിതരല്ല എന്നാണ് സെൻകോം കമാൻഡിൽ അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ പറഞ്ഞത്. ഡിസംബർ 13 സിറിയയിലെ പാൽമിറയിൽ നടന്ന IS ആക്രമണത്തിൽ 2 US സൈനികരും ഒരു അമേരിക്കൻ സിവിലിയൻ വിവർത്തകനും കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിൽ പിന്നാലെ ഹോക്കൈ സ്ട്രൈക്ക് എന്ന പേരിൽ US സൈന്യം സിറിയയിൽ വലിയ തോതിൽ വ്യോമാക്രമണങ്ങൾ നടത്തി. പങ്കാളി സേനകളുമായി ചേർന്ന് 100-ലധികം IS അടിസ്ഥാന സൗകര്യങ്ങൾ, ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായും സെൻകോം വ്യക്തമാക്കി. കൊല്ലപ്പെട്ട US സൈനികർ ഐവ നാഷണൽ ഗാർഡിന്റെ അംഗങ്ങളാണ്. സംസ്ഥാന അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡെസ്ക് മോയിലെ സർജൻ എഡ്ഗർ ബ്രെയിൻ ഡോസ്റ്റർ ഡ്രോവർ, മാർഷൽ ടൗണിലെ സർജൻ വില്യം നാദായൽ ഹോട്ട്വാർഡ് എന്നിവരാണ് മരിച്ചത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 121.20 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.15 യൂറോ, 1 US ഡോളർ 90.87 ഇന്ത്യൻ രൂപ, 1 യൂറോ 105.38 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.34 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 65.18 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. UAE പ്രസിഡന്റ് ഇന്ത്യയിലേക്ക്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തിങ്കളാഴ്ച ഡൽഹിയിൽ എത്തുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിൽ UAE പ്രസിഡന്റ് സന്ദർശനം നിർണായകമാകുമെന്ന് പ്രതീക്ഷ. 2022 ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന് കൂടുതൽ ഊർജ്ജം നൽകി. 2025 ആദ്യ പകുതിയിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപാരം ഏകദേശം $37.6 ബില്യൺ വരെ എത്തി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 34% വർധനവാണ് രേഖപ്പെടുത്തിയത്. മികച്ച രീതിയിലുള്ള ഇടപെടലുകളിലൂടെ 2030 നോൺ ഓയിൽ വ്യാപാരം $100 ബില്യൺ ആക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ഇത് സംബന്ധിച്ച നിർണായക ചർച്ചകളുടെയും സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടായേക്കും. കരാറിന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചതോടെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ്, ഫാർമസ്യൂട്ടിക്കൽ, ഇലക്ട്രോണിക്സ് മേഖലകൾ കയറ്റുമതി വൻതോതിൽ വർദ്ധിച്ചു. അതേസമയം ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ UAE നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. 2000 മുതൽ ഇന്ത്യയിലേക്കുള്ള UAEയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം $22 ബില്യൺ മുകളിലെത്തി. ഇതോടെ ഇന്ത്യയിലെ 7ാമത്തെ വലിയ നിക്ഷേപ രാജ്യമായി UAE മാറി. ഊർജ്ജ മേഖലയിൽ എണ്ണയും ദ്രാവക പ്രകൃതിവാതകവും വിതരണം ചെയ്യുന്നതിലൂടെ UAE ഇന്ത്യക്ക് നിർണായക പങ്കാളിയാണ്. അടുത്തിടെ ആരംഭിച്ച രൂപ ദിർഹം വ്യാപാര ഇടപാടുകൾ UAEയിൽ ഇന്ത്യൻ UPI ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം സംയോജിപ്പിച്ചതും US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ടിക്കറ്റ് റദ്ദാക്കുന്നതിൽ പുതിയ പരിഷ്കരണത്തിന് ഉത്തരവിട്ട് ഇന്ത്യൻ റെയിൽവേ. വന്ദേഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകൾക്കാണ് ഇത് ബാധകം. ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് 8 മണിക്കൂർ പോലുമില്ലാതെ ടിക്കറ്റ് റദ്ദാക്കിയാൽ ₹1 പോലും റീഫണ്ടായി ലഭിക്കില്ല. പുതുക്കിയ ഉത്തരവ് അനുസരിച്ച് ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുതൽ 8 മണിക്കൂർ മുമ്പ് വരെ ടിക്കറ്റ് റദ്ദാക്കിയാൽ 50% ക്യാൻസലേഷൻ ചാർജ് ഈടാക്കാം. ഇതിനു മുമ്പ് കൺഫേം ടിക്കറ്റുകൾക്ക് ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ റദ്ദാക്കിയാൽ 25% ക്യാൻസലേഷൻ ചാർജ് ഈടാക്കിയതിനു ശേഷം ബാക്കി റീഫണ്ട് നൽകുന്നതായിരുന്നു. വന്ദേഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകളിൽ RSC ഉണ്ടാവില്ല. മിനിമം ചാർജ് ഈടാക്കുന്ന ദൂരം 400 കിലോമീറ്റർ ആയിരിക്കുമെന്നും റെയിൽവേ നേരത്തെ വ്യക്തമാക്കി. രാജ്യത്തെ ആദ്യത്തെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഫ്ലൈ ഓഫ് ചെയ്തിരുന്നു. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുക. ജല്ലിക്കെട്ടിൽ മത്സരിച്ച് വിജയിക്കുന്നവർക്ക് സർക്കാർ ജോലി നൽകുമെന്ന പ്രഖ്യാപനവുമായി തമിഴ്നാട് സർക്കാർ. ജല്ലിക്കെട്ടിൽ വിജയിക്കുന്നവർക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി നൽകാമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി. ജല്ലിക്കെട്ടിലൂടെ തമിഴ്നാടിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്ന യുവാക്കളെ ആദരിക്കുക എന്നതാണ് സർക്കാർ ജോലി നൽകുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് MK സ്റ്റാലിൻ. ശനിയാഴ്ച മധുരൈ ജില്ലയിലെ ആളങ്കനല്ലൂർ ജല്ലിക്കെട്ടിനിടെയായിരുന്നു സ്റ്റാലിന്റെ പ്രഖ്യാപനം.
ആലങ്കനല്ലൂരിൽ കാളകളുടെ ചികിത്സയ്ക്കായി 2 കോടി രൂപ ചെലവിൽ അത്യാധുനിക ചികിത്സാ കേന്ദ്രം ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജല്ലിക്കെട്ട് മത്സരങ്ങൾക്കുള്ള സർക്കാർ പിന്തുണ കൂട്ടുന്നതിനും മത്സരാർത്ഥികൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുന്നതിനുമാണ് സർക്കാർ ജോലി നൽകാനുള്ള തീരുമാനം. സ്പോൺസർമാർ നൽകുന്ന കാറ്, ഇരുചക്ര വാഹനം തുടങ്ങിയ സമ്മാനങ്ങളായിരുന്നു ഇതുവരെ ജല്ലിക്കെട്ട് വിജയികൾക്ക് നൽകിയിരുന്നത്. വിജയികൾക്ക് സർക്കാർ ജോലി നൽകുമെന്നത് ജല്ലിക്കെട്ട് മത്സരാർത്ഥികളുടെ എല്ലാ കാലത്തെയും ആവശ്യമായിരുന്നു. ഇതാണ് സ്റ്റാലിന്റെ സർക്കാർ ഇപ്പോൾ നിറവേറ്റാൻ പോകുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താൻ തിരുവനന്തപുരത്ത് സംസാരിച്ചത് വെള്ളാപ്പള്ളിക്കെതിരെയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. വർഗീയത പറഞ്ഞ് വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ചു. ഭിന്നിപ്പിനുള്ള പലരുടെയും ഉപകരണമായി മാറുകയാണ് വെള്ളാപ്പള്ളിയെന്നും VD സതീശൻ ആരോപിച്ചു. വർഗീയതയ്ക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ല. വർഗീയതയുടെ ഏറ്റുമുട്ടി വീരാളിപ്പട്ട് പുതച്ചു കിടക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എല്ലാവരുമായി ഐക്യപ്പെട്ടു പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കരുത്. ഐക്യം വേണം. അതിലാര് സ്റ്റെപ്പ് എടുത്താലും അതിനൊപ്പം ഞങ്ങൾ ഉണ്ടാകും. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കലാണ്. ഇതൊരു സംഘപരിവാർ തന്ത്രമാണ്. അത് CPM പയറ്റുകയാണ്. വർഗീയത പ്രചരിപ്പിച്ച് കേരളത്തിൽ ആരും വിദ്വേഷ പ്രചരണം നടത്തിയാലും വെച്ച് പൊറപ്പിക്കില്ല. വെള്ളാപ്പള്ളി നടത്തിയത് ഗുരുനിന്ദയാണ്. ശ്രീനാരായണീയരായ ആളുകളുടെ വോട്ടുകൾ കൂടിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ വിജയിച്ചത്. അദ്ദേഹമാണ് ഗുരുദേവ ദർശനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്. എന്നെ എന്തൊക്കെയാണ് പറയുന്നത്, എന്നെ ഊളംപാറയിലാക്കണം എന്നുവരെ പറഞ്ഞു. ഒരു സാമുദായിക നേതാവാണ് ഇത് പറയുന്നതെന്നും ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയാനില്ല എന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച നേതാവ് സഭാ സിനഡ് യോഗം ചേർന്നപ്പോൾ അവിടെ പോയത് തിണ്ണ നിരങ്ങാനല്ലേ എന്ന് സുകുമാരൻ നായരുടെ ചോദ്യം. വർഗീയതയ്ക്കെതിരെ സംസാരിക്കാൻ സതീശന് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് സുകുമാരൻ നായർ ചോദിച്ചു. തനിക്കെതിരെയും സതീശൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. സതീശനെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുന്നത് ശരിയല്ല. സമുദായങ്ങൾക്കെതിരെ ഇത്രയും മോശമായി സംസാരിച്ച മറ്റൊരാളില്ല. അയാൾ NSSനെയും രൂക്ഷമായി പറഞ്ഞു. സമുദായങ്ങൾക്കെതിരെ പറഞ്ഞയാൾ അതിൽ ഉറച്ചു നിൽക്കണമായിരുന്നു, അല്ലാതെ തിണ്ണ നിരങ്ങാൻ നടക്കരുതായിരുന്നു എന്നും സുകുമാരൻ നായർ വിമർശിച്ചു. സതീശനെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരിക്കുന്നുവെന്നും നയപരമായ വിഷയങ്ങൾ തീരുമാനിക്കാൻ സതീശന് എന്ത് അധികാരം? കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ലേ? KPCC പ്രസിഡന്റ് നോക്കുകുത്തിയാണോ? എല്ലാത്തിനും കേറി സതീശൻ എന്തിനാണ് മറുപടി പറയുന്നത്? സതീശനെ അഴിച്ചുവിട്ടാൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അടി കിട്ടുമെന്നും സുകുമാരൻ നായർ അഭിപ്രായപ്പെട്ടു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് NSS ജനറൽ സെക്രട്ടറി സതീശനെതിരെ കടുപ്പിച്ച് രംഗത്തെത്തിയത്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാനുള്ള ഫീസ് കുറച്ച് കേരളം. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം കുത്തനെ ഉയർത്തിയ ഫീസുകളാണ് സംസ്ഥാന സർക്കാർ കുറച്ചത്. യൂസ്ഡ് കാർ വിപണിയടക്കം ഗുണകരമാകുന്ന തീരുമാനമാണ് ഇതെന്ന് വിലയിരുത്തൽ. ഫിറ്റ്നസ് പരിശോധന കേന്ദ്രങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു. ഇതിന് പിന്നാലെ പല സംസ്ഥാനങ്ങളിലും ഫിറ്റ്നസ് പരിശോധന കേന്ദ്രങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. കൃത്യമായ പരിശോധന നടത്താതെ തന്നെ ഫിറ്റ്നസ് നൽകുന്ന സാഹചര്യവും ഇതിന് പിന്നാലെ ഉണ്ടായി. എന്നാൽ കേരളത്തിൽ ഇതുവരെ ഫിറ്റ്നസ് പരിശോധന സ്വകാര്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല. വൻകിട കമ്പനികളെ സഹായിക്കാനാണ് കേന്ദ്രം ഈ മേഖല കൂടി സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന നിലപാടിലായിരുന്നു കേരളം സ്വീകരിച്ചത്. ഇരട്ടിയിലധികമാണ് ഫിറ്റ്നസ് പരിശോധന ഫീസ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ നേരിട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് ഫീസ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ സ്വയം ഫീസ് കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തത്. ഇനി സ്പോർട്സ്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫിയിൽ മുംബൈക്ക് വീണ്ടും തിരിച്ചടി. ടൂർണമെന്റിൽ ശേഷിക്കുന്ന മത്സരങ്ങൾ മുംബൈക്ക് വേണ്ടി സൂപ്പർ താരം യശ്വന്ത് ജയ്സ്വാൾ കളിക്കില്ല. മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ജയ്സ്വാളിനെ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു. നേരത്തെ അജിങ്ക്യ രഹാനെയും വ്യക്തിപരമായ കാരണങ്ങളാൽ രഞ്ജിയിൽ കളിക്കില്ലെന്ന് അറിയിച്ചിരുന്നു. കിരീട പോരാട്ടത്തിൽ മുന്നേറുന്ന മുംബൈയെ സംബന്ധിച്ചിടത്തോളം ജയ്സ്വാളിന്റെ അഭാവം വലിയൊരു തിരിച്ചടിയാണ്. നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ മുൻനിര ബാറ്ററായ 24-കാരനായ ജയ്സ്വാൾ കഴിഞ്ഞ നവംബറിൽ രാജസ്ഥാനെതിരായ മത്സരത്തിലാണ് അവസാനമായി മുംബൈക്ക് വേണ്ടി പാഡ് അണിഞ്ഞത്. അന്ന് നടന്ന മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി 67, 156 എന്നിങ്ങനെ മികച്ച സ്കോറുകളും താരം നേടിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രീൻലാൻഡ് വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് ഭീഷണിയെ വിമർശിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഗ്രീൻലാൻഡ് വിഷയത്തിൽ UKയ്ക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും മേൽ 10% താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം പൂർണ്ണമായും തെറ്റായ നടപടിയെന്ന് സ്റ്റാമർ. വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ബ്രിട്ടൻ സർക്കാരും പ്രതിപക്ഷ നേതാക്കളും. ഗ്രീൻലാൻഡിന്റെ ഭാവിയിൽ അനിശ്ചിതത്വം ചൂണ്ടിക്കാട്ടി നാറ്റോ അംഗങ്ങളായ UKയും ഫ്രാൻസും ജർമ്മനിയും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയുടെ സ്ഥാപകാംഗങ്ങളെ വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും പുനർനിർമ്മാണം നിയന്ത്രിക്കുന്നതിനായിട്ട് സമിതി രൂപീകരിച്ചത്. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ ടോണി ബ്ലെയറും പ്രധാന അംഗങ്ങൾ.
മധ്യപൂർവ്വ മേഖലയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ ആശങ്കകളെ തുടർന്ന് 16 രാജ്യങ്ങളിലേക്കുള്ള യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് UK വിദേശകാര്യ ഓഫീസ് അടിയന്തര ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ബ്രിട്ടീഷ് പൗരന്മാർ യാത്രക്കിടെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. അപ്രതീക്ഷിത യാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ തയ്യാറായിരിക്കണമെന്നും FCDO നിർദ്ദേശിച്ചു. ഇറാനിൽ പുതിയ നേതൃത്വം വേണമെന്ന ആവശ്യവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത്. ആയത്തുള്ള അലി ഖമേനിയെ ഭരണത്തിന് വിരാമമിടേണ്ട സമയമായി എന്നും ട്രംപ്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വാക്കുതർക്കം ശക്തമാവുന്നു. ഔദ്യോഗിക പ്രതികരണം നടത്താതെ ഇറാൻ സർക്കാർ. UAE പ്രസിഡന്റ് ഇന്ത്യയിലേക്ക്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തിങ്കളാഴ്ച ന്യൂഡൽഹിയിലെത്തും. UAE പ്രസിഡന്റിന്റെ സന്ദർശനം ഇന്ത്യയും UAEയും തമ്മിലുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം ശക്തമാക്കാൻ. 2000 മുതൽ ഇന്ത്യയിലേക്കുള്ള UAEയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം $22 ബില്യൺ മുകളിലേക്ക്. ഇന്ത്യയിലെ 7ാമത്തെ വലിയ നിക്ഷേപക രാജ്യമായി UAE. ജല്ലിക്കെട്ടിൽ മത്സരിച്ച് വിജയിക്കുന്നവർക്ക് സർക്കാർ ജോലി നൽകുമെന്ന പ്രഖ്യാപനവുമായി തമിഴ്നാട് സർക്കാർ. ജല്ലിക്കെട്ടിൽ വിജയിക്കുന്നവർക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി നൽകുമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ജല്ലിക്കെട്ടിലൂടെ തമിഴ്നാടിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്ന യുവാക്കളെ ആദരിക്കുകയാണ് ലക്ഷ്യമെന്നും തമിഴ്നാട് സർക്കാർ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താൻ സംസാരിച്ചത് വെള്ളാപ്പള്ളിക്കെതിരെയല്ലെന്നും മുഖ്യമന്ത്രിക്കെതിരെയാണെന്നും പ്രതിപക്ഷ നേതാവ്. ഭിന്നിപ്പിക്കാനുള്ള ഉപകരണമായി മാറുകയാണ് വെള്ളാപ്പള്ളിയെന്നും VD സതീശൻ. സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവ് സഭാ സിനഡ് യോഗം ചേർന്നപ്പോൾ അവിടെ പോയത് തിണ്ണ നിരങ്ങാനല്ലേ എന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.